Hi friends, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇന്നലെ അതായത് സെപ്റ്റംബർ 7-ാം തീയതി ആപ്പിൾ പുറത്തുവിട്ട ആപ്പിളിൻ്റെ iPhone 14 Pro അതോടൊപ്പം തന്നെ iPhone 14 Pro Max ഈ ഫോണിൻ്റെ റിവ്യൂ ആണ്. ഇപ്രാവശ്യം എന്താണ് ആപ്പിൾ അവരുടെ പുതിയ ഫോണിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ്, അവരുടെ പ്രീവിയസ് ഫോണിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണോ ഇപ്രാവശ്യം ഇറക്കിയിട്ടുള്ളത് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. സോ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഇപ്പം തന്നെ മസ്റ്റ് ബി സബ്സ്ക്രൈബ് ചെയ്യുക, അത് ഫ്രീ ആണ്. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ iPhone 14 Proയ്ക്ക് 6.1 ഇഞ്ചും iPhone 14 Pro Maxന് 6.7 ഇഞ്ചിൻ്റെ LTPO സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ് ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിന് അവൈലബിൾ ആണ്. ഇനിയും ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 1600 നിറ്റ്സിൻ്റെ പീക്ക് HDR ബ്രൈറ്റ്നസും അതോടൊപ്പം തന്നെ 2000 നിറ്റ്സിൻ്റെ ഔട്ട്ഡോർ ബ്രൈറ്റ്നസ്. ഈ രണ്ട് ഫോണിൻ്റെയും ബോഡി ബിൽഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ iPhone 13 Pro ആ ഒരു സീരീസിലുള്ളതുപോലെ തന്നെ സെറാമിക് ഷീൽഡും അതോടൊപ്പം തന്നെ സർജിക്കൽ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഫോണിനകത്തൊരു പുതിയ ഫീച്ചർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അറിയാവുന്നൊരു ഫീച്ചറാണ്, വേറെ ഒന്നുമല്ല, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ AOD ഈ ഒരു ഫോണിനകത്ത്, ഈ രണ്ട് സ്മാർട്ട് ഫോണിനകത്തും അവൈലബിൾ ആണ്. സോ ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1290 × 2796 പിക്സൽസ് ആണ്. അതിനോടൊപ്പം തന്നെ 460 PPI ഡെൻസിറ്റി ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് വെർഷൻ വന്നിട്ടുള്ളത്. ഇനി ഈ ഫോണിന് നമുക്ക് 5G സപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ നമുക്ക് 2 സിം കാർഡ് ഇടാൻ പറ്റും. അത് ഒന്നാമത്തേത് ഈ സിം കാർഡും അതോടൊപ്പം തന്നെ നാനോ സിം കാർഡും. സോ ഈ ഒരു ഫോണിനകത്ത് IP68ൻ്റെ ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ക്യാമറയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് വരികയാണെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കി 2 എണ്ണവും 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. സോ ഈ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4Kയിൽ 30 അല്ലെങ്കിൽ 60 FPS വീഡിയോസ് എടുക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ 1080pയിൽ 30 അല്ലെങ്കിൽ 60 FPS വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് സിനിമാറ്റിക് മോഡാണ് വേണ്ടതെങ്കിൽ 4Kയിൽ 30 FPS സിനിമാറ്റിക് മോഡ് സപ്പോർട്ടഡ് ആണ്. സോ ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ ക്യാമറ സെക്ഷൻ നോക്കുകയാണെങ്കിൽ 12 മെഗാ പിക്സൽ ക്യാമറയാണ്. ചേഞ്ച് എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ പഞ്ച് ഹോൾ, അതായത് ഇവരുടെ പേര് പറയുകയാണെങ്കിൽ ഡൈനാമിക് ഐലാൻഡ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമായിട്ടാണ് ആ ഒരു ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് വളരെ അധികമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ മാസീവായിട്ടും അടിപൊളിയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഈ രണ്ട് ഫോണിൻ്റെ മേജർ പാർട്ടാണ്, അതായത് ചിപ്സെറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ചിപ്സെറ്റ് വരുന്നത് ആപ്പിളിൻ്റെ A16 ബയോണിക് ചിപ്സെറ്റും OS വരുന്നത് iOS 16ഉമാണ്. ഇനിയും CPU GPUയിലോട്ട് നോക്കുകയാണെങ്കിൽ CPU വരുന്നത് ഹെക്സാ കോറും GPU വരുന്നത് ആപ്പിളിൻ്റെ GPU 5 കോർ ഗ്രാഫിക്സുമാണ് ഇതിനകത്തോട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇനി കളർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോൺ 4 കളർ വേരിയൻറ്റിലായിട്ടാണ് ലഭിക്കുന്നത്. ഒന്നാമത്തത് സ്പേസ് ബ്ലാക്ക്, പിന്നീട് വരുന്നത് സിൽവർ, ഗോൾഡ്, പിന്നീട് വരുന്നത് ഡീപ്പ് പർപ്പിൾ. ഈ 4 കളറിലാണ് നമ്മുടെ iPhone 14 Pro 14 Pro Max ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രൈസ് ഏകദേശം ഒരു പ്രൈസാണ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ ഇത് കൂടാം ഇത് കുറയാം. iPhone 14 Pro വരുന്നത് ഏകദേശം 1,20,000 രൂപയും iPhone 14 Pro Max വരുന്നത് 1,40,000 രൂപയുമാണ്. സോ ഓക്കെ, ഇനി ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇനി iPhone 13 Pro Max ആ ഫോണും ഈ ഫോണും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് iPhone 14 Pro അല്ലെങ്കിൽ 14 Pro Max ആയിരിക്കും. ഒന്നാമത്തെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഡൈനാമിക് ഐലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ച് ഹോളായിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പാണ് ഒന്നാമത്തത്. പിന്നീട് വരുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ A16ൻ്റെ ബേണിംഗ് ചിപ്പ് സെറ്റാണ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോർ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ചിപ്പ് സെറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബ്രൈറ്റ്നസിൻ്റെ കാര്യം പറയുന്നത് 2000 നിറ്റ്സിൻ്റെയാണ് ബ്രൈറ്റ്നസ് വരുന്നത്. ക്യാമറ സെറ്റപ്പിൽ അതായത് 12 മെഗാ പിക്സൽ എടുക്കുന്ന ഫോട്ടോസ് നമുക്കറിയാം വളരെ അടിപൊളിയാണ്. സോ 48 മെഗാ പിക്സലും കൂടെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. സോ പിന്നീട് വരുന്നത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അതും നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രൈസ് വെച്ച് നോക്കിയാലും എന്തുകൊണ്ടും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ആപ്പിൾ ഇപ്രാവശ്യം എടുത്തിട്ടുള്ള iPhone 14 Pro 14 Pro Max. സോ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് iPhone 14 Plus ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.